വിലക്കപ്പെട്ട പ്രണയം ഭാഗം 1. ഈ ചെറുപ്രായത്തിൽ വിധവയാകുക എന്ന് പറഞ്ഞാൽ എന്ത് വിധിയാണല്ലേ. ശവസംസ്കാരത്തിന് തടിച്ചുകൂടിയ ആളുകൾക്കിടയിൽ നിന്നും ചെറിയ രീതിയിലുള്ള മുറുമുറുപ്പുകളാണ്. ഇങ്ങനെയൊരാളെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈയൊരവസ്ഥ ഉണ്ടാവുമെന്ന് ആ കുട്ടിക്ക് ചിന്തിക്കാമായിരുന്നല്ലോ. കൂട്ടത്തിൽ നിന്നും മറ്റൊരു മുറുമുറുപ്പ്. എന്തു പറയാനാണ്, ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കാനാകും അതിൻ്റെ വിധി. എന്തിനാ വെറുതെ വിധിയെ പഴിചാരുന്നത്? ഈ വിധി അവൾ സ്വയം വരുത്തി വെച്ചതാണ്. അതുകൊണ്ട് വിധിയെയല്ല, അവളെയാണ് പഴി പറയേണ്ടത്. ഓരോ ആളുകളും ഓരോ മുക്കിലും മൂലയിലും നിന്ന് അവർക്ക് തോന്നിയ രീതിയിൽ കഥകൾ മെനഞ്ഞെടുത്തു. അപ്പോഴേക്കും അകത്തുനിന്നും വെള്ള നിറത്തിലുള്ള ഒരു സാരി ധരിച്ച പെൺകുട്ടി ഇറങ്ങി വന്നു. ബോഡി എടുക്കാൻ നേരമായി. ആരോ വിളിച്ചു പറയുന്ന ശബ്ദം അവളുടെ ചെവികളിൽ അവ്യക്തമായി കേട്ടു. പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതും സംസ്കാരത്തിനായി ശരീരം എടുത്തുകൊണ്ട് പോകുന്നതുമെല്ലാം അവൾ വെറുതെ നോക്കി നിന്ന് കണ്ടു. ഒരു തുള്ളി കണ്ണുനീർ പോലും അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയില്ല എന്നത് എല്ലാവരിലും അത്ഭുതം നിറച്ച കാര്യമായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും അവൾ നേരെ അകത്തേക്ക് കയറി മുറിയിലേക്ക് നടന്നു. ശേഷം മുറിയുടെ വാതിലടച്ച് അവിടെ കുറച്ചുനേരം ഇരുന്നു. കുറച്ചുനേരം അങ്ങനെ ഇരുന്നതിന് ശേഷം അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നൊന്ന് നോക്കി. വെളുത്ത സാരി, തുടച്ചു മാറ്റിയ സിന്ദൂരം, ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തും കാതുകളും. അവളുടെ രൂപം അവളെ സ്വയം നോക്കി പുച്ഛിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അനുഭവിക്ക് എന്ന് പറയാതെ പറയും പോലെ. അവളുടെ ഓർമ്മകൾ ഒരു വർഷം പിന്നിലേക്ക് കടന്നു ചിന്തിച്ചു. തൻ്റെ വിവാഹം കഴിയുന്നതിന് മുൻപുള്ള നാളുകൾ അവളൊന്ന് ഓർത്തുപോയി. അവൾ കണ്ണാടിയിലേക്ക് പുറം ചാരി അങ്ങനെ തന്നെ നിലത്തേക്കിരുന്നു. കൈകൾ രണ്ടും തലയ്ക്ക് കൊടുത്തു. ഇവൾ ശിവാമി, എല്ലാവരും ആമി എന്ന് വിളിക്കും. 22 വയസ്സ് പ്രായം. മാണിക്യമംഗലത്തെ ഹരിഹരൻ്റെ ഭാര്യ, ഇപ്പോൾ അവൻ്റെ വിധവ. ആമി, വാതിൽ തുറക്ക്. പെട്ടെന്ന് പുറത്തുനിന്ന് വാതിലിൽ കൊട്ടിക്കൊണ്ട് ആരോ വിളിച്ചു. ഒന്നും പറയാനോ മിണ്ടാനോ നിൽക്കാതെ അവൾ വന്ന് വാതിൽ തുറന്നു. അവരുടെ മുന്നിൽ പ്രേതത്തെ പോലെ ഒരുവൾ. ദാ താലിമാല, ഇനി താലി മാറ്റിയിട്ട് മാല മാത്രം ഇട്ടാൽ മതി. അവർ ഗൗരവത്തിൽ കൽപ്പന പോലെ അവളോട് പറഞ്ഞു. അതവൾ കൈനീട്ടി കയ്യിലേക്ക് വാങ്ങി ഒന്ന് ഉയർത്തിപ്പിടിച്ചു നോക്കി. ശേഷം അങ്ങനെ തന്നെ അരികിലുള്ള മേശയുടെ മേലേക്ക് വെച്ചു. അവൾ പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെയും ഇവിടെയുമായിട്ട് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. ആരെയും നോക്കാതെ അവൾ തിരികെ മുറിക്കകത്തേക്ക് തന്നെ കയറിപ്പോയി. മുറിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആരൊക്കെയോ മുറിയിലേക്ക് എത്തി നോക്കിയൊക്കെ പോകുന്നുണ്ട്. ആരെയും നോക്കാതെ ഏതോ ഒരു ബിന്ദുവിലേക്ക് ദൃഷ്ടി ഊന്നിയാണ് അവളുടെ ഇരിപ്പ്. വിഷമത്തിൻ്റെ നേരിയ ഒരു കണിക പോലും അവളുടെ കണ്ണുകളിലോ മുഖഭാവത്തിലോ കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും നിറവയറുമായി ഗർഭിണിയായൊരു സ്ത്രീ അവളുടെ മുറിയിലേക്ക് കയറി വന്നു. അവളുടെ മുഖമാകെ കരഞ്ഞ വല്ലാത്ത രൂപത്തിലായിരിക്കുന്നു ഇരുന്നത്. കണ്ണൊക്കെ ആകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. കരഞ്ഞതിനാലാകണം അവളുടെ മുഖവും ആകെ ചുവന്ന് വീങ്ങിയാണ് ഇരിക്കുന്നത്. അവൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും ശിവാമി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ അഗ്നിയിൽ സ്വയം പൊള്ളുന്നത് പോലെയാണ് ആ സ്ത്രീക്ക് തോന്നിയത്. പക്ഷേ മുഖത്ത് വന്ന ഭാവവ്യത്യാസം മറച്ചുവെച്ച് അവൾ ആമിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇങ്ങനെയൊക്കെ ആകും വിധി ആമി, ഇതൊക്കെ അനുഭവിക്കാനാണ് നമ്മുടെ യോഗം. അവളുടെ വിഷമത്തോടെയുള്ള ആ സംസാരത്തിന് ആമി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ബാമേച്ചി. അതുകൊണ്ട് എനിക്കാരുടെയും സാന്ത്വനമോ സഹതാപമോ ആവശ്യമില്ല. അവളുടെ മൂർച്ചയേറിയ വാക്കുകൾ. ഭാമയുടെ മുഖം ആകെ വിളറിയതുപോലെ ആയിപ്പോയി. അവൾ വേഗം മുറിക്ക് പുറത്തേക്കിറങ്ങി. പോയി കുളിക്കാൻ നോക്കാമി. ഭാമ പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ നേരത്തെ അകത്തേക്ക് വന്ന സ്ത്രീ വന്ന് അവളോട് പറഞ്ഞു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ 1-2 വെള്ള നിറത്തിലുള്ള സാരികളും സെറ്റുമുണ്ടുകളും ഒക്കെ അലമാരയിൽ ഇരിക്കുന്നുണ്ട്. അതേതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി ഇനി. അവരുടെ കൽപ്പന പോലെയുള്ള പറച്ചിൽ കേട്ടതും ആമി അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് നടക്കില്ലളയമ്മേ. അവർ പറഞ്ഞവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങും മുന്നേ അവളുടെ ശബ്ദം അവിടെ ഉയർന്നു. അവർ അവളെ ദേഷ്യത്തിൽ നോക്കി. വിധവയായ സ്ത്രീയാണ് നീ. ശബ്ദം ഇവിടെ മാത്രം കേട്ടാൽ മതി. അവരുടെ ദേഷ്യത്താൽ കടിച്ചമർത്തിയതുപോലെയുള്ള ശബ്ദം. മര്യാദയ്ക്ക് പറഞ്ഞത് അനുസരിക്കുന്നതാവും ആമി നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, നിനക്ക് വേണ്ടി ചോദിച്ചു വരാൻ പോലും ആരുമില്ലിപ്പോൾ. അവരുടെ പുച്ഛത്തോടെയുള്ള സംസാരം അവളുടെ നേരെ വീണ്ടും ഉയർന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വേണ്ട ഇളയമ്മേ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. എനിക്ക് ഞാൻ മാത്രം മതി. പിന്നെ ഇളയമ്മ പറഞ്ഞതുപോലെ ഈ വെളുത്ത സാരി വലിച്ചു ചുറ്റി വിധവേഷം കെട്ടാനൊന്നും എനിക്ക് പറ്റില്ല. അവൾ തീർത്തു പറയുക തന്നെ ചെയ്തു. എടി, നീ ആരോടാണ് ഈ എതിർത്ത് സംസാരിക്കുന്നത്? അവളുടെ സംസാരം കേട്ടതും അവർ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട ഇളയമ്മേ. അവളും അവർക്ക് നേരെ വിരൽ ചൂണ്ടി. അതുകൂടിയായതും അപ്പോൾ ഒരു തർക്കത്തിന് നിൽക്കണ്ട എന്ന് കരുതി അവരൊന്ന് അടങ്ങി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. അവർ പുറത്തേക്കിറങ്ങിയതും അവൾ വാതിലടച്ചു പൂട്ടി. അലമാര തുറന്ന് ഉള്ള ഡ്രസ്സിൽ നിന്ന് ഒരു നീല നിറത്തിലുള്ള ചുരിദാർ എടുത്ത് കുളിക്കാൻ കയറി. പുറത്തേക്കിറങ്ങാൻ പോലും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത വീർപ്പുമുട്ടൽ പോലെയാണ് തോന്നിയത്. എങ്കിലും പുറത്തേക്കിറങ്ങി. അവിടെ എല്ലാവരും കഞ്ഞി കുടിക്കുകയാണ്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പുണ്ട്. ആരെയും കൂസാതെ അവൾ അടുക്കളയിലേക്ക് കയറിപ്പോയി ഭക്ഷണം എടുത്തു. അവിടെ നിന്നിരുന്നവരൊക്കെ അവളെ നോക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം അത്രയും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ പാത്രമൊക്കെ കഴുകി വെച്ച് നേരെ ഹാളിലേക്ക് വന്നിരുന്നു. ഹാളിൽ അങ്ങിങ്ങായി കുറച്ച് പേരിയ്ക്കുന്നുണ്ട്. ഭാമയും അവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവ് ദുബായിലാണ്. ഇപ്പോൾ 5 മാസം ഗർഭിണി കൂടിയാണ്.
ആമി, വന്നകത്ത് മുറിയിലിരിക്കാൻ നോക്ക്. ഇങ്ങനെ കൂട്ടത്തിലൊന്നും ഇരിക്കാൻ പാടില്ല. നീ ഇപ്പോൾ വകയിലെ ഒരു അമ്മായിയാണ്, അത്രമാത്രം അറിയാം. കണ്ടു പരിചയം പോലും ഇല്ല, എന്നിട്ടാണ് ഇത്ര ധൈര്യത്തോടെ ആമിന്ന് വിളിക്കുന്നത്. ഇവരൊക്കെ മുൻപ് എവിടെയായിരുന്നു എന്നാവോ? ആമി സ്വയം ചിന്തിച്ചു പോയി. അവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു ഉപകാരവും ഇല്ലാത്തൊരു കൂട്ടം ആളുകളുടെ മുഖം കണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണെന്ന് കരുതി അവൾ അകത്തേക്ക് തിരികെ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. മുറിയിലിട്ടിരിക്കുന്ന കസേരയിൽ അങ്ങനെയിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ പ്രശ്നം പണ്ട് മുതലേ താൻ അനുഭവിക്കുന്നതാണ്. അതിനെതിരെ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ തൻ്റെ ജീവൻ തന്നെ എടുക്കും. അവൾ ഓർത്തുപോയി. ഇപ്പോൾ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വേണമെന്ന് വെച്ചിട്ടല്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അവൾക്കറിയാം. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ജീവിതത്തിൽ ദുരിതം മാത്രം പേറിയ കുറേ അനുഭവങ്ങൾ. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഓർക്കാൻ പോലും ജീവിതത്തിൽ നല്ലതെന്ന് പറയാനൊന്നുമില്ല. എല്ലാം ദുഃഖവും വിഷമവും നിറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഓരോന്ന് ഓർക്കുമ്പോൾ തന്നെ അവളുടെ തല പെരുത്തു. വീടിന്റെ പിന്നിൽ നിന്ന് ജാക്കി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മരണമായതുകൊണ്ട് തന്നെ വീടിന്റെ മുന്നിലുള്ള കൂട്ടിൽ നിന്ന് പിന്നാമ്പുറത്ത് ചായ്പിന്റെ അരികിൽ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ചുനേരം തന്നെ കണ്ടില്ലെങ്കിൽ തുടങ്ങും കുരയും ഓളയിടലും. അവൾ നേരെ അവന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി. ഇവിടെയുള്ള ആരെക്കാളും അല്പമെങ്കിലും സ്നേഹവും കരുണയും ഉള്ളത് അവനാണ്. തന്നെ കണ്ടാൽ വാലെങ്കിലും ആട്ടിക്കാണിക്കും. പിന്നാമ്പുറത്തേക്ക് പോകുന്ന വഴി അവിടെ അങ്ങിങ്ങായി നിൽക്കുന്ന ആരെയും ഒരു നോക്കുകൊണ്ട് പോലും ഗൗനിക്കാതെ അവൾ പുറത്തേക്കിറങ്ങി. ഹരിയുടെ പെണ്ണിനെന്ത് തണ്ടാണ്, ഇത്രയും അഹങ്കാരവോ? കൂട്ടത്തിൽ നിന്നിരുന്നൊരു സ്ത്രീയുടെ ശബ്ദം അവളുടെ കാതിലേക്കെത്തി. അതിനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞു അവൾ. അഹന്ത നിറഞ്ഞ സ്വഭാവമാണ് അവൾക്ക്. വെറുതെ അല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിധവ ആകേണ്ടി വന്നത്. മുൻപൊക്കെ പുറത്തേക്ക് ഇറങ്ങി കൂടി കണ്ടിട്ടില്ല അവളെ. ഇങ്ങനെ ഒരു സ്വഭാവമാണെന്ന് കരുതിയില്ല. അകത്തു നിന്നും വീണ്ടും ആരൊക്കെയോ പറയുന്നത് അവളുടെ ചെവിയിൽ കേട്ടു. തിരികെ അകത്തേക്ക് കയറി അവർ രണ്ട് പറയണമെന്നുണ്ട്. പക്ഷേ അതിനും അവൾ വില കൊടുത്തില്ല. പട്ടികളാകുമ്പോൾ കുരയ്ക്കും എന്ന മട്ടായിരുന്നു അവൾക്ക്. അവരൊക്കെ തനിക്ക് അഹങ്കാരമാണെന്ന് ചിന്തിക്കുന്നു. എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അവളും കരുതി. പുറത്തേക്കിറങ്ങി അവളെ കണ്ടപ്പോൾ തന്നെ ജാക്കി കൈ ഉയർത്തി 2 കാലുകളിലുമായി നിന്ന് അവളെ നോക്കി നാക്ക് കാട്ടി ചിരിച്ചു. അവൾ അടുത്തേക്ക് എത്തിയതും അവളുടെ ദേഹത്തേക്ക് ചാടിക്കയറി. ജാക്കി അവളെ ആകെ നക്കുന്നത് കണ്ടതും അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നേരെ പോയി കുറച്ച് ചോറെടുത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് പാലും. അവൻ കഴിക്കുന്നത് നോക്കി അവൾ അങ്ങനെ ചായ്പിൻ്റെ പടിയിലിരുന്നു. ഓർമ്മയിലേക്ക് ഓടി വന്നത് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ്. അവളുടെ ഓർമ്മകൾ ഒരുപാട് നാൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. തനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ തുടങ്ങിയ ദുരന്തമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ദൈവമൊക്കെ ശരിക്കും ഉണ്ടോ ആവോ? അവൾ ഒരു നിമിഷം ഒന്ന് ഓർത്തുപോയി. തൻ്റെ ജീവിതത്തിൽ എന്തായാലും അങ്ങനെ ഒരാളില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അവൾ തന്നെ അതിന് സ്വയം ഉത്തരവും കണ്ടെത്തി. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ ഓർത്തെടുക്കാൻ അവൾക്ക് നല്ലതെന്ന് പറയാനാവുന്ന ഓർമ്മകൾ വളരെ വിരളമായിരുന്നു. എങ്കിലും വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ അവളുടെ മനസ്സിലേക്ക് അവളുടെ ജീവിതം തന്നെ ഇങ്ങനെ തെളിഞ്ഞു വന്നു, ഒരു സ്ക്രീനിൽ എന്ന പോലെ. തുടരും. അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുവാണ്, വിലക്കപ്പെട്ട പ്രണയം. നമ്മൾ എന്തായാലും റെഗുലറായിട്ട് എല്ലാ ദിവസവും സ്റ്റോറി പോസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ഇത്തിരി ടൈം ഉള്ളത് കൊണ്ട് ഞാൻ സ്റ്റോറിയുടെ ലെങ്ത് ഇത്തിരി കൂട്ടി നാളെ മുതൽ ഒരു 15 മിനിറ്റുള്ള പാർട്ടൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയത് ഇതിലെ നായികേനാണ്. നായകനൊക്കെ ഇനി വഴിയേ വരും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് വായിക്കുക. ഈ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നാളെ പുതിയ പാർട്ട് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും സ്റ്റോറി കേട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ അഭിപ്രായം റിവ്യൂ ആയിട്ട് ഇടുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.